എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറിച്ചു തരത്തില്ലായിരുന്നോ? എന്തിനാ എന്നെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയത്? വേറെ വല്ലതും പറ്റിയോ? ഇച്ചായ റോസമ്മയാൻ്റെ വീണെന്നാ തോന്നുന്നു കേട്ടോ. ആ റോസമ്മാൻ്റെ അവിടെ വീണിട്ട് അവർ വെറുതെ വായി നോക്കി നിൽക്കുമല്ലേ, കണ്ടില്ല അവരെ? ആ റോസമ്മാന്റെ അവിടെ വീണ് കിടന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി ഇല്ലയോന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ഷൂട്ടിംഗ് അല്ലേ നടക്കുന്നത്, കാണാമല്ലേ അവര് വീണ് കിടക്കുന്നത്? എന്നാ മനസ്സിലാവാനായിട്ട് ഒന്ന് പോയി നോക്കണ്ടായിരുന്നു. അത്ര വലിയ തന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സീരിയൽ കാണുന്നവരെ കണ്ടോണ്ട് നിൽക്കുമല്ലായിരുന്നു, ചോദിച്ചുള്ളൂ. അത് തന്നെയാണോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ? നിങ്ങൾ എന്തൊരു മനുഷ്യരാ നിങ്ങള്, തൊട്ടലങ്കാരായിട്ട് നിങ്ങൾ ഇങ്ങനെ. നിങ്ങൾ ആവശ്യമില്ല എന്നോട് ഞങ്ങൾ പറഞ്ഞ ന്യായമല്ലേ? നിങ്ങൾ എന്നാ പിന്നെ എന്റെ കെട്ടിനെ പുന്നാരിക്കുവാണോ? ഇവരെന്തിനാ അവിടെ കിടന്ന് അടി പിടിക്കുന്നത്? പൈസ മേടിച്ചിട്ട് നിന്റെ കൂടെ കറണ്ട് അറിവിൽ അടയ്ക്കുന്നതാണ്. എനിക്ക് അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ കിടന്ന് ഓരോന്ന് പറയുന്നേ? റോസമ്മാന്റെ വീടിന്ന് ഞങ്ങളിതേ അങ്ങ് അകലേന്ന് വന്നപ്പോഴേ കണ്ടു. ഇവർ ഇത്ര അടുത്ത് നിൽക്കുന്നതല്ലേ, ഇവരോടൊന്ന് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞു. അതിനെ ഈ കിടന്ന് ഒച്ചയെടുത്തേ ഞങ്ങളോട്ട്. അത് കുഴപ്പമൊന്നുമില്ല, ചക്ക് നോക്കിയാണ്ട് വന്ന കല്ലെ തട്ടി വീണ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോയേക്കാം. വിജിയെ, അമ്മയുടെ കാര്യം ഒന്ന് നോക്കിയേക്കണേ. അമ്മയാണെ ഒന്നും പറയത്തൊന്നുമില്ല. അയ്യോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മച്ചിയുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ നോക്കി നോക്കി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓ എന്നാ ശരി വിജി. വിജിയെ, റോസമ്മ ആന്റി, ഞാൻ കണ്ടില്ലായിരുന്നു. തന്നെ കുനിഞ്ഞു നോക്കി കിടക്കണ വീഴയല്ലേ? റോസമ്മ ആന്റി എവിടെ പോയതാ? ഞാനേ ബാങ്ക് വരെ ഒന്ന് പോയതാ. സജീനെ രാവിലെ നോക്കിയപ്പോൾ പിന്നെ കണ്ടില്ല. പിന്നെ ഞാനായിട്ട് അങ്ങ് പോവാന്ന് വെച്ച്. ആ വിജി, നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് ആ കുഴമ്പ് ഒന്ന് മേടിച്ച് തരണേ. വീട്ടിലോട്ട് വന്നാൽ മതി, ഞാൻ ആ കുഴമ്പിൻ്റെ കുപ്പി തന്നു വിടാം. ഉഷേ ഉഷേ, അയ്യോ ഉഷേ, ഞാൻ കാണാതിരിക്കുവായിരുന്നു. എനിക്ക് കറക്കിടാനായിട്ട് കുറച്ച് കരിയേപ്പില ഇങ്ങ് തരാവോ? അയ്യോ, ഇവിടുത്തേന് തന്നെ തികയുന്നില്ല. വേണം ഒരു തണ്ട് തരാം. ഓ ആ എന്നാ വേണ്ട 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 വേണ്ട, ഞാൻ കടയിൽ നിന്ന് മേടിച്ചോളാം. അയ്യോ, നിങ്ങളായിരുന്നോ മനുഷ്യ? നിങ്ങൾക്ക് ഇതുവരെ എന്റെ മേലുള്ള സംശയം തീർന്നില്ലേ? റോസമ്മ ചേച്ചി കാണാതെ ഇതിലേ വന്നാ അവര് കണ്ടു കഴിഞ്ഞ പിന്നെ എല്ലാ ആവശ്യമാണ് അവർക്ക്. ഓ അതായിരുന്നോ? ഒന്ന് ബാ, ചായ തരാം. നീ അവിടെ നിന്നേ. അതിനാ ഞാൻ വന്നപ്പോഴേക്കും നീ ഞാനായിരുന്നോ എന്ന് ചോദിച്ചത്? നീ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? കുറച്ച് ഞാൻ പുട്ടും കൂടെ കഴിച്ചുതരാം. മോ ഇങ്ങോട്ട്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്യാസ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞാ ഗ്യാസ് കിട്ടുകയുള്ളൂ. അയ്യോ, 45 ദിവസോ? അതിനു മുന്നേ എന്തായാലും എന്റെ ഗ്യാസ് തീരും. പണ്ടൊക്കെ അമ്മച്ചിയും അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പിൽ കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്നേ. ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് വെച്ചു. ഞാൻ പിന്നെ ഈ തോട്ടത്തിൽ നിന്ന് കുറേ ചുള്ളി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സേഫാ. ഉഷേച്ചി, കാലിക്കുറ്റി ഇരിപ്പുണ്ടോ? അയ്യോ, ആ കാര്യം ഇപ്പം പറഞ്ഞോണ്ടിരുന്ന ഇവിടെ കാലിക്കുറ്റിയൊന്നും ഇല്ല. നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പം നിറകുറ്റി ഉള്ളത് ഒരിടത്ത് മാത്രമാണ്. എവിടെ? റോസമ്മാൻ്റെ വീട്ടിൽ. അവിടെ ഇപ്പം വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തരുമെന്നൊന്നും എനിക്കറിയത്തില്ല. നീ വഴി കൂടെ ഒരു നിറകുറ്റിയുണ്ട്. എവിടെ? റോസമ്മാരുടെ വീട്ടിൽ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുമോന്ന് അറിയത്തില്ല. ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ചക്കയിടാം. നിങ്ങൾക്ക് എപ്പോഴും തീറ്റക്കാരി മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്ന് പൊട്ടി, റോസമ്മാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നാ? അങ്ങോട്ട് ചെല്ല്, ഞാൻ കയറാം. റോസമ്മാൻറ്റി, റോസമ്മേന്റെ ഇതാണോ? മറ്റേ നോക്കിയിട്ട് കണ്ടില്ല. ആ കാലും കൂടി ചെയ്യട്ടെ. അയ്യോ വേണ്ട വേണ്ട, ആ കേറി വരുന്ന അവിടെ നിൽക്കുന്നേ, വാ വന്നിരിക്കേ. ഇവള് പറയായിരുന്നേ റോസമ്മാനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും നോക്കിയില്ല, ഞാൻ ചാടിയും പാവെല്ലാം കയറി.
ഓ ഈ ചക്കപ്പുഴുക്കൊക്കെ ഭയങ്കര ഗ്യാസാന്നേ. ആ അതെ അതെ അതെ, ചക്കപ്പുഴൊക്കെ തിന്നു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ വന്ന് വേദനയാകും. ചക്കപ്പുഴുക്ക് ഇന്നിപ്പോൾ ആർക്കും അത്ര വെരിക്കോസ് വെയിൻ ഒന്നും വന്നിട്ടൊന്നുമില്ല. നിങ്ങൾ പോയി കുറച്ച് വെള്ളം ചൂടാക്കി അമ്മച്ചിയെ കുളിപ്പിച്ചിട്ട് നമുക്ക് പോകണം. അയ്യോ ഞാനിതൊക്കെ ചെയ്തോളാം, ഒന്നും ചെയ്യണ്ട. അമ്മച്ചി എന്നോട് ജീൻസ് വിളിച്ച് എപ്പോഴും പറയാറുണ്ട് അമ്മച്ചിയെ നോക്കണം, അമ്മച്ചിയെ നോക്കിയേ പറ്റത്തുള്ളന്ന്. എനിക്ക് അമ്മച്ചിയുടെ കാര്യമൊക്കെ നോക്കാതിരിക്കാൻ പറ്റുമോ? വേറെ ആരാ ഇവിടെ ചെയ്യാനുള്ളേ? റോസമ്മാൻ്റെ ഓ എനിക്ക് മുമ്പേ സ്കോർ ചെയ്തു. ഓ എല്ലാരും എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുവാ. അയ്യോ ഇതേ അമ്മച്ചി പോന്നു. അമ്മച്ചി നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാം. വണ്ടി നീക്കി അമ്മച്ചി വാ 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 കേറി ഞങ്ങൾ കൊണ്ടുപോടാ. എവിടെയാ പോകണ്ടേ? അയ്യോ ഞാൻ നടന്നു പോക്കാം, നിങ്ങൾ ആ വഴി പോണ കണ്ട്. അത് കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചോണ്ട് വന്ന അമ്മച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നടന്നു പോക്കോളാം. അത് കുഴപ്പമില്ല അമ്മച്ചി ഫ്രണ്ടോട്ടിരിക്കേ. കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ട് വിടാന്നേ. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് ഇതേ വണ്ടി തിരിച്ചോണ്ട് വന്നതാ. ഒരു ബുദ്ധിമുട്ടായല്ലേ? എങ്ങോട്ടായിരുന്നു പോകുന്നത്? പള്ളിയിലോട്ട്. ആ വാ കേറിയോ? ആ പോയേക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടതേ വന്നേ, ഞാൻ അപ്പുറത്ത് ആൻറ്റിയുടെ വീട്ടിലാണ്. ഞാൻ വിളിക്കാം, ഞാൻ ഇവിടെ ഒരു അത്യാവശ്യത്തിന് വന്നാ. ആ ഞാൻ വിളിക്കാം, തിരിച്ച് വിളിക്കാം. വിളിക്കാം. ആരാ? അതെൻ്റെ കൂട്ടുകാരിയാ. ഞാനും 2 പെൺപിള്ളേരെയൊക്കെ വളർത്തിയതാണേ. അപ്പൊ എവിടെയാ ഫോണ്? പൈസ വരുമ്പോ അതിവിടെ വരുമ്പം ഇതിങ്ങനെ ഞെക്കിയാൽ മതി. കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട് കേട്ടോ. മരുന്നിന്റെ ബില്ല്. ഓഹോ, ഇനിയിപ്പോ കറണ്ട് ബില്ലൊക്കെ ദേ ഇതുവഴി ഗൂഗിൾ പേ വഴി അയക്കാന്നാ പഠിപ്പിച്ചു തന്നോണ്ടിരിക്കുക. ഈ പെങ്കൊച്ചിന് എന്നെ അറിയാതൊക്കെ ചുമ്മാ ഓരോ വെറുതെ കാശ് പോകുന്ന പരിപാടി കേട്ടോ. ചുമ്മാ കാണിക്കില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു കുഴപ്പം വരത്തില്ല, കുഴപ്പത്തിലാവുന്ന മറ്റുള്ളവരൊക്കെയാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞു. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, മൊബൈൽ റീചാർജ്, ഇതേ ഇരിക്കുന്ന ഗ്യാസ് ഊറ്റി വരെ നമുക്ക് ഇതിനകത്തോട് ചെയ്യാം. ആരുടെ സഹായം വേണ്ട. റോസമ്മ ആന്റിയേ എന്നാ കൊടുക്കുവാ? ഞാനില്ല, റോസമ്മ ആന്റിക്ക് മാങ്ങയും ചക്കക്കുരുവും ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന. വൈകുന്നേരത്തേക്കിന് ചക്കക്കുരു മെനക്കൂട്ടി മതിയോ? അയ്യോ ബിജിക്ക് അതൊരു ബുദ്ധിമുട്ടാവേ. അതൊക്കെ എന്നാ ബുദ്ധിമുട്ടാ? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഈ മുറ്റമൊക്കെ ഞാൻ എന്നാ ഒന്ന് അടിച്ചു വരട്ടെ? അയ്യോ എന്റെ പൊന്നു ബിജി അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ തന്നെ വൈകുന്നേരം ആകുമ്പോ അങ്ങ് ചെയ്തോളാം. എന്നാ ശരി, എന്നാ ഞാനെന്നാ ഒന്ന് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങ് ചെയ്തോളുമായിരുന്നു, മനങ്ങാക്കള്ളിയാ. ഇതൊരു പാവം പെങ്കൊച്ചാ. ചായ ഇതാ മതിലിന്റെ മണ്ടയിലോട്ടൊന്ന് വെച്ച് വെയില്. ആന്റി അതെ എന്റെ ഫോണില് ഒരു ബുക്കിംഗ് നമ്പർ വന്നിട്ടുണ്ടോ ഒന്ന് നോക്കാവോ? എന്തിന്റെ ഗ്യാസിന്റെ ആണോ? ആ ഗ്യാസ്. ഗ്യാസ് ഒക്കെ എന്നാത്തിനാ ആന്റി? ഇവിടെ ഞങ്ങൾ എന്തായാലും 2 പേർക്ക് ഉണ്ടാക്കുന്നില്ലേ, അതിന്റെ കൂടെ ആന്റിക്കും കൂടി വെച്ചാ പോരെ അങ്ങോട്ട്. ഞാനാണ്ടെ ആന്റിക്ക് ഇഷ്ടമുള്ള ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയ്യോ അതല്ലെന്നേ, ഈ പിള്ളേര് കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് വരുവാ, അപ്പൊ അവരാ പറഞ്ഞ ബുക്ക് ചെയ്ത് വെക്കാനായിട്ട്. എന്നാ പിന്നെ ആ കറി ഇങ്ങ് തന്നേരും, ഇനി വരണ്ടല്ലോ. ഇവിടെ ഗ്യാസ് ഇല്ല. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. നോക്കണോന്ന് എനിക്ക് ജിൻസിയെ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, തെറ്റിപ്പോയി. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പുകയില്ല. ഉഷേച്ചി വിളിക്കുന്നു നോക്കണ്ടേ? അയ്യോ ഒറ്റ ഉഷേച്ചി